ഹായ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബസ്സിലാണ്. ഇത് കാരക്കാലിൻ്റെ സെക്കൻഡ് പാർട്ടാണേ. അപ്പോൾ നമ്മൾ നേരെ ഈ ഇവൻ്റെ നന്ദകിഷോറിൻ്റെ, അതായത് നന്ദുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ്റെ പേര് അജിത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ബസ്സെടുത്തു. നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു 10 മണി ആയേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മളിവിടുത്തെ ഒരു എക്സ്ട്രീം ചൂടായി. ഇവിടെയൊക്കെ ഈ ഫ്ലെക്സ് അടിക്കണമെന്ന് നല്ല രാജയോഗമാണെന്ന് തോന്നുന്നു. ഒരു ഇത് എഡിറ്റിംഗ് അറിയാമെങ്കിൽ നല്ല ബിസിനസ്സാണ് കേട്ടോ ഫ്ലെക്സ് അടിക്കുന്നത്. കാരണം എവിടെ നോക്കിയാലും ഫ്ലെക്സ് ചെയ്യുള്ളൂ. കല്യാണത്തിന് ഫ്ലെക്സ്, മരണത്തിന് ഫ്ലെക്സ്, എന്നടാ പണി വച്ചിരിക്കേ എന്നൊക്കെ തോന്നിപ്പോവും. അമ്മാതിരി ഫ്ലെക്സിൻ്റെ ഒരു ബഹളമാണ് ഇവിടെയൊക്കെ. അങ്ങനെ ബസ്സിൽ അങ്ങനെ കയറി യാത്ര ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യും പോലെയല്ല. നല്ല സ്മെല്ല് രണ്ട് സൈഡിൽ നിന്ന് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇവരൊക്കെ ഓടെയൊക്കെ എന്താണെന്തോ ക്ലീൻ ചെയ്യാത്ത വൃത്തി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല. ഇത്രയും ആൾക്കാർ നെരിങ്ങി ഇടാ എന്നടാ പണി വെച്ചിരിക്കേ, കൊഞ്ചം ക്ലീനാ ചെയ്യാൻ, ബാക്കി എത്രയോ തമിഴ് അറിയാവൂ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്. കാരണം അത്രയ്ക്ക് മോശമാണ് കേട്ടോ. ഇവരുടെ വീടിൻ്റെ ഉള്ളൊക്കെ നല്ല വൃത്തിയാണ്, പക്ഷേ ഇവർ വെടി സൈഡൊക്കെ സൂക്ഷിക്കുന്നത് തമിഴന്മാർ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ്. ரொம்ப മോശமாக இருக்குடா, ரொம்ப മോശமாக இருக்கு. അങ്ങനെ നമ്മളെ ബസ് യാത്ര, നമ്മൾ അങ്ങനെ ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങി, മുട്ടി ഇറങ്ങി. ഇതാണ് അവൻ്റെ ആ ഒരു ലൊക്കേഷൻ കേട്ടോ. അപ്പം നമുക്ക് വഴി അത്രയ്ക്ക് കൺഫേം അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഒരു വീട്ടിൽ ചോദിച്ചു കേട്ടോ. ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹമൊക്കെ വെച്ച് ഒരു ടിപ്പിക്കൽ ഒരു തമിഴ് സെറ്റപ്പാണ് കേട്ടോ. ഇതൊക്കെ മറ്റേ കണ്ണീർ ആവാതിരിക്കാനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. അങ്ങനെ നമ്മൾ ഗൂഗിൾ അമ്മച്ചിയുടെയൊക്കെ ഒരു സഹായത്തോടു കൂടി ആ വീട് കണ്ടെത്തി. ഇതാണ് ആ വീട്. അപ്പോൾ അവനെ കോൾ ചെയ്തു. അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം വെളിയിലേക്ക് വരാമെന്ന് പറഞ്ഞു. അവന് കൊടുക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ മെയിനായിട്ട് ഇതുവരെ വന്നത്. പിന്നെ സ്ഥലവും കാണാമല്ലോ. അതിനൊരു വെക്കേഷൻ ട്രിപ്പ് ആവും. ഫ്രണ്ടിൽ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും കോലങ്ങളൊക്കെ പോട്ടിട്ടിറക്കെ. ഞാൻ ഇനി കുറച്ച് തമിഴും കൂടെ പറയാം. അപ്പം എൻ്റെ തമിഴും കൂടെ ഫ്ലുവൻ്റ് ആവും. അവിടെ അമ്മ, പിന്നെ സിസ്റ്റർ, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വീട്, കൊള്ളാം. അപ്പോൾ സിസ്റ്ററിൻ്റെ മോള്. അപ്പോൾ ഞാൻ പിന്നെ മൊബൈലെടുത്ത് അവരുടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിയിടന്ന് കേട്ടോ. ഇതാണ് അജിത്ത് കേട്ടോ. അപ്പോൾ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ അവർക്ക് ചെറിയ ആട് കാര്യങ്ങളൊക്കെ, ആടിൻ്റെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ട്, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റി വീടെല്ലാം ഒന്ന് സുത്തിപ്പാക്ക വേണ്ട അമ്മ യെസ്. അപ്പോൾ അത്യാവശ്യം വെളിയിൽ ചൂടുണ്ടെങ്കിലും അകത്ത് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഇതാണ് വീടിൻ്റെ. പക്ഷേ ഞാൻ അവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ടേബിളില്ല, ഡൈനിങ് ടേബിളില്ല. അങ്ങനെ അവർ നിർബന്ധ പ്രകാരം നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവർ അത്യാവശ്യം നമുക്ക് വേണ്ടി നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വരണമുണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ വലിയ നമ്മളെ ഇവിടെയൊക്കെ കാണും പോലത്തെ ഫുഡ് ആണോ എന്ന് വെച്ചാൽ ഇവിടുത്തെ കാണും പോലത്തെ ഫുഡ് അല്ല. അത് തോരനൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഉണ്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം കണ്ട, അത് നമ്മുടെ ഇവിടുത്തെ അലുവ പോലത്തെ ഡംറൂട്ട് എന്ന് പറയും. ഡംറൂട്ട് അത് കൊള്ളായിരുന്നു കേട്ടോ സംഭവം. അത് ഫുഡൊക്കെ കൊള്ളാം. പിന്നെ അവിടെ അറിയാമല്ലോ, അരിയൊക്കെ മറ്റേ സ്മോൾ ചെറിയ അരിയാണ്. പിന്നെ നമ്മൾ ഇപ്പോഴേ കുറച്ച് മുന്നേ ഒരു 1.5 മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ചുള്ളൂ. അതുകൊണ്ട് വലുതായിട്ട് കഴിക്കാനൊന്നും പറ്റിയില്ല. അല്ലേ, അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ തമിഴ്നാട് സദ്യ എന്ന് പറയാൻ പറ്റില്ല, സാധാരണ ഊണ്. ഇത് സാമ്പാറല്ല കേട്ടോ. സാമ്പാർ പോലത്തെ നമ്മുടെ ഇവിടെ നാട്ടിൽ കിട്ടുന്ന സാമ്പാറല്ല. പിന്നെ തറയിലിരുന്ന് കഴിക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് രണ്ടുപേർക്കുണ്ട്. നമ്മളൊന്നും അധികം തറയിലിരുന്ന് കഴിക്കാറില്ലല്ലോ. പ്രത്യേകിച്ച് മലയാളികൾ വല്ല ഓണത്തിനോ സംക്രാന്തിയിലോ ഒക്കെ ഇരുന്ന് കഴിക്കാറില്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ കഴിച്ചു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇല അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മടക്കേണ്ടത് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട്.
അങ്ങനെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ വയറിൽ സ്ഥലമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞു. അപ്പോഴേക്കും അപ്പുറത്തുള്ള അപ്പൂപ്പനൊക്കെ നമ്മളിങ്ങനെ കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവരും വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു, എല്ലാവരുടെയും ബായ് ബായ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിനി ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. നമുക്ക് ബസ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി തന്നു കേട്ടോ. പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ലെന്നാണ് അവൻ പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് അവർ നിർത്തി തന്നത്. നമ്മൾ മലയാളമൊക്കെ കേട്ട് ഇതൊക്കെ കടകളാണ് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ മല്ലിക കടയെന്നൊക്കെ പറയും, ഇവിടെയൊക്കെ പലവ്യഞ്ജനക്കടയെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയും കുറേ കാഴ്ചകളുണ്ട്. പിന്നെ മുക്കിന് എങ്ക പാത്താലും നീ അപ്പടിയൊക്കെ ചൊല്ലും പോലെ ഇതാണ്ട എങ്ക പാത്താലും വൈൻ ഷോപ്പ്. ഇവിടെ ഇங்கே ഇருக்கு അങ്ങേ ഇருக்கு, അങ്ങേ ഇருக்கு ഇங்கே ഇருக்கு. മുക്കിനുമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ വൈൻ ഷോപ്പ്. അതുകൊണ്ട് അതിന് മാത്രം പഞ്ഞില്ല. പക്ഷേ അങ്ങനെ മുക്കിനും ഉണ്ടെന്ന് വെച്ചാൽ ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മുന്നേയും പോണ്ടിച്ചേരിയിൽ വന്നിട്ടുണ്ട്, കുറേ ദിവസം താമസിച്ചിട്ടുണ്ട്, അന്നും കണ്ടിട്ടില്ല. ഇത്രയൊക്കെ വൈൻ ഷോപ്പ് ഉണ്ടെങ്കിലും അവൈലബിലിറ്റി കൂടുന്തോറും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഉള്ളൊരു പാഷൻ കുറയുമെന്ന്. പിന്നെ വെളിയിൽ നിന്ന് വരുന്നവർക്കാണ് ഇതൊക്കെ ഭയങ്കര കാഴ്ച. പിന്നെ നമുക്കുള്ള ബസ് വന്നു. ബസ്സിൽ ഏറ്റവും പിറകെയാണ് കേട്ടോ. ഒരു ദേവന്മാരാണെങ്കിൽ അടിച്ച് പറത്തി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോഴാണെങ്കിൽ നല്ല ഉച്ചന്തല വന്ന് മുകളിലിടിക്കും ഓരോ ഗട്ടറിൽ വീഴുമ്പോഴും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനും നന്ദും കൂടെ ഇടയ്ക്കൊരു സീറ്റ് ഇടുന്നു. പിന്നെ അങ്ങോട്ട് പോയിരുന്നു. നല്ല പാട്ടും ടി വിയിലൊക്കെ പാട്ടൊക്കെ വെച്ചാണ് പോകുന്നത്. വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. എത്ര 10 രൂപയാണ് ബസ്സിനായത്. നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിലുള്ള റേറ്റ് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പിന്നെ ഞാനും ഇവിടെ പോണ്ടിച്ചേരിയിൽ പിന്നെ അറിയാമല്ലോ, അവിടെ പെട്രോളിനും ഡീസലിനൊക്കെ വിലക്കുറവാണ്. വിലക്കുറവെന്ന് വെച്ചാൽ ഒരു 10 രൂപ 15 രൂപയോളമൊക്കെ വിലക്കുറവാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇവിടെ റേറ്റ് കുറവ് എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ റൂമിൽ പോയി കിടന്ന് ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങിയിട്ട് പിന്നെ ചിന്തിച്ച് എവിടെ പോകണമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് പിന്നെ ബീച്ച് അടുത്താണല്ലോ, പിന്നെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബസ് കയറി, ബീച്ചിലേക്കുള്ള ബസ് കയറി എങ്ങിരുന്നു. ബീച്ചിലേക്കുള്ള ബസ്സൊന്നുമില്ല, അതിൻ്റെ അടുത്ത് വരെയൊന്നും പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കലാചാരം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ പുകയടിച്ചരും അനുഗ്രഹിക്കും. അത് എന്താണ്, നമ്മൾ കേരളത്തിലൊന്നുമില്ല, ഇത് തമിഴ്നാട്ടിൽ പൊതുവെ ഉള്ളൊരു ആചാരമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ബാധയൊക്കെ മാറ്റാൻ അങ്ങനെ എന്തൊക്കെയാണ് വിശ്വാസം. ഇതിൻ്റെ വിശ്വാസങ്ങൾ അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം. അപ്പോൾ ആ ചേട്ടൻ, ആ ബായി, അവിടെയൊക്കെ ബായി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ബംഗാളികളിൽ ബായി എന്ന് വിളിക്കുന്നത്. അവിടെയൊക്കെ ഇതുപോലെ ഉള്ള മുസ്ലിംസിനെയാണ് കൂടുതൽ ബായി എന്ന് വിളിക്കുന്നത്. ബൈക്കട എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ബസ് എടുത്തു. അങ്ങനെ നമ്മൾ ആ ഒരു ബീച്ചിൽ ഇറങ്ങേണ്ട ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മളെ കൊണ്ട് ഇറങ്ങി. பீச்சில் போகணுன்னா எந்த பக்கம் பீச்சு? அந்த பக்கம் நல்லா நிறைய தூரம் இருக்கா? 2 കിലോമീറ്റർ അടക്കുങ്ക. ഇവിടെ നിന്ന് അവിടം വരെ പോകാൻ 2 കിലോമീറ്റർന്ന്. ശരി, നടക്കാമെന്ന് വിചാരിച്ചാണ്. ഏതെങ്കിലും ഓട്ടോ കിട്ടണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നടക്കാമെന്ന് വിചാരിച്ചു. മത്സ്യബന്ധന നൗകകൾ, കാരക്കാൽ ബീച്ച്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. പോകുമ്പോൾ ഒരു 1.5 കാഴ്ചകൾ അവിടെ കാത്തിരിക്കുന്നു. കാരക്കാൽ ബീച്ചിലാണ് നിൽക്കുന്നത്. ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കണ്ടൽ കാടുകളാണ് കേട്ടോ. പക്ഷേ കാണേണ്ട ബീച്ചാണ് കേട്ടോ. കാണേണ്ട ബീച്ച് എന്ന് വെച്ചാൽ ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം. സാധാരണ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ബീച്ച് ഇല്ല, 100% ഇല്ല എന്ന് പറയാം. പിന്നെ ചപ്പിൻചവറൊക്കെ ഉണ്ട്. ഇത് കണ്ടൽക്കാടുകൾ, ഒരു സൈഡ് കണ്ടൽക്കാടുകൾ. നമ്മൾ അഴിമുഖം എന്നൊക്കെ പറയില്ലേ, ഈ കടലും കായലും ഒക്കെ ഒന്നിക്കുന്ന സ്ഥലം, അതാണ്. ഇപ്പുറത്ത് കായൽ, അതിൻ്റെ ഇത് പോയി ചേരുന്ന സ്ഥലമാണോ കടൽ. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഭയങ്കര. നമ്മൾ ക്രൗഡൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയത് കേട്ടോ. കാണിച്ചു തരാം. ഞാനും അവനും കൂടെ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ നടന്നു. അയ്യോ, അതൊരു 1.5 നടക്കൊക്കെ ആയിരുന്നു. നമ്മൾ വിചാരിച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലും ആയിരിക്കുന്നു. പക്കത്തിൽ താൻ തമ്പി, പക്കത്തിൽ താ എന്നും പറഞ്ഞുകൊണ്ട് നടന്നതാണ്.
നടന്ന് ഒരു 2-2.5 കിലോമീറ്റർ വന്നു. അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കായലിൽ കൂടെയൊക്കെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഭയങ്കര സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്കാമെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റേറ്റൊക്കെ ഡബിളാവും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓട്ടോക്കാരന്മാരടുത്ത് ചോദിച്ചപ്പോൾ 100-150 രൂപയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നടക്കാണ്ട് അതിൻ്റെ ഇടയ്ക്ക് റെയിൽവേ ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് സ്പീഡാക്കാം സംഭവം. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്തി കേട്ടോ. അപ്പോഴേക്കും അവിടെ അത്രയും കച്ചവടക്കാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തൊരു ഇത്. നമ്മുടെ ഏതെങ്കിലും ഒരു ബീച്ചിൽ ഇങ്ങനെ ഇത്രയും വൈബുള്ളൊരു ബീച്ച് നമ്മളതിലുണ്ടോ? കേരളത്തിൽ കോവളം ബീച്ച് പോലും നമുക്കൊരു എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഈ ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെയൊക്കെ ഇപ്പോഴും അന്യമാണ് മിക്ക ആൾക്കാർക്കും. ഒരു ബീച്ചും ഇല്ല. എനിക്ക് കോഴിക്കോട് ബീച്ചും ഇത്രയും ഒരു വൈബൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒരു അത്രയും കച്ചവടങ്ങളുടെ ഒരു കളിയാണ് കളി. അതിൽ സംഭവം പാനിപ്പൂരി, പിന്നെ കടല, സുണ്ടൽ, അവിടെയൊക്കെ സുണ്ടൽ എന്നൊക്കെ പറയും. ഇവിടെയൊക്കെ ചീത്തയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബീച്ചല്ല, അത് കായലാണ്. ഇവിടെ അത്രയും ഈ ഒരു സംഭവമാണ്. ഐസ്ക്രീം എന്ന് വേണ്ട എല്ലാ സാധനവും. ഐസ്ക്രീം വാങ്ങിക്കണ്ട, തുമ്മലൂടി ചാവും. നമ്മുടേതും കേരളത്തിൻ്റെതും തമിഴ്നാടും കൾച്ചർ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കൾച്ചറിൽ നല്ല വ്യത്യാസം ഉണ്ട്. നമ്മുടെ ഒരു ഫുഡിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിത രീതിയുടെ കാര്യത്തിലായാലും ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച്. ഇവിടെ കടകൾ തട്ടി നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ കിട്ടും, എല്ലാ ടൈപ്പും. അതാ നോക്കിയേ, സ്നാക്സ് ഐറ്റംസ് മുതൽ പിസ്സ വരെ കിട്ടും. വിശ്വസിക്കുമോ? പിസ്സ വരെ കിട്ടും ഈ ബീച്ചിൽ. നമ്മളങ്ങനെ അവിടെ ഒരു കട തേടിപ്പിടിക്കുക, എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഒരു കട തേടിപ്പിടിക്കാൻ വേണ്ടിയുള്ള അലച്ചിലാണ് കേട്ടോ. മനോഹരമായിട്ടുണ്ട്, മനോഹരം. അങ്ങനെ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്താണെന്നൊന്നും അറിയത്തില്ല, ഇതെല്ലാം കൂടെ ഇട്ട് അതിൻ്റെ പേരൊന്നും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. അപ്പം 2 ഡിഷസ് നമ്മൾ ഓർഡർ ചെയ്തു. ഒന്ന് മഷ്റൂം ഇട്ടതും ഒന്ന് ഈ കോളിഫ്ലവർ ഇട്ടതും. രണ്ടും അടിപൊളിയായിരുന്നു. നമുക്ക് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.